ഇന്ന് നമ്മൾ നോക്കുന്നത് ഹ്യൂണ്ടായി എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ സ്റ്റോക്കിൻ്റെ കാര്യമാണ്. എന്തായിരിക്കും ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഈ ഏഷ്യർ മോട്ടോർ ആണെങ്കിലും ഹീറോ മോട്ടോർ കോർപ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മാരുതിയൊക്കെ ആണെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഏത് പ്രൈസ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് അറിയാം. വളരെ കുറച്ച് താഴ്ന്ന റേഞ്ചിലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ കറണ്ട് നിൽക്കുന്നത്. അത് ഏത് രീതിയിലൊക്കെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പം കറൻ്റ്ലി ഇത് ട്രേഡ് ചെയ്യുന്നത് 2000 രൂപയ്ക്ക് അകത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 2187 അതുപോലെ തന്നെ 2675 ആ റേഞ്ചൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ചാർട്ട് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. 2675 പറഞ്ഞ സഡൻ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് റിജക്റ്റ് ചെയ്ത്, ഐ മീൻ അവിടെ നിന്ന് മുകളിലേക്ക് ട്രെൻഡ് റിവേഴ്സ് ആയിരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങിയ ട്രെൻഡ് അത് റിവേഴ്സ് ആയിട്ട് തിരിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ലൈനിൽ നിന്ന് നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന പൊട്ടൻഷ്യലിൽ അത് പോയിട്ടുണ്ട്. നല്ല പൊട്ടൻഷ്യലിൽ കയറിയിട്ടുണ്ട്. ഏകദേശം 2800 വരെയൊക്കെ പോയിട്ടുണ്ട്. 2800 പറഞ്ഞാൽ 1600 തൊട്ട് 2800 വരെ. ഫോർ എക്സാമ്പിൾ 1200 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഒരു റാലി കിട്ടിയിട്ടുണ്ട് ഫോർ എ ഒരു ലോങ് ടൈമിലേക്ക് വരും. ഓക്കെ, ഒരു 2 ക്വാർട്ടറൊക്കെ ഹോൾഡ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു പെർ ഷെയറിന് 1600 രൂപയോളം നമുക്ക് 1200 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സോ അഗെയിൻ ഈ ഒരു റേഞ്ചിൽ തന്നെ വന്ന് നിൽക്കുകയാണ് മാർക്കറ്റ്. ഇവിടെ നിന്ന് ഗ്രാജുവലി അത് അപ്സൈഡ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പൊട്ടൻഷ്യൽ ഒരു ഹയർ ഹൈസ് ഫോം ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. നല്ല ഒരു ബൈയിങ് പ്രഷർ ഇവിടെ കാണുന്നുണ്ട്. ക്യാൻഡിൽ സ്റ്റിക്സ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. കൂടുതൽ നല്ല രീതിയിൽ സെല്ലേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് ഈ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കൂടുതലും ബൈയിങ് ആണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ വരാൻ പോകുന്നത് ഒന്നുകിൽ ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടി ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലോട്ട് പോകും. ഇവിടെ അതുപോലെ തന്നെ സംഭവിച്ചത്. ഈ ഒരു റേഞ്ചിൽ വന്നപ്പോൾ അത് ബയേഴ്സ് എല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കുറേ പേർ ഇറങ്ങി ഒന്ന് അക്കോമഡേറ്റ് ചെയ്ത് അഗെയിൻ അതൊരു ബ്രേക്കൗട്ടോട് കൂടി റീടെസ്റ്റ് പ്ലസ് ബ്രേക്കൗട്ടോട് കൂടി മുകളിലേക്ക് പോയി. സോ ഇതിനും അവിടെ സെയിം ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു റേഞ്ച് വാച്ച് ചെയ്തതിന് ശേഷം നോക്കുക. ഇവിടെ നിന്ന് എന്തായാലും ഈ ഒരു റേഞ്ച് വരെ വരും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് എങ്ങനെയാണെന്നുള്ള പ്രൈസ് ആക്ഷൻ മാത്രം നോക്കിയിട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇതൊരു 5 ഇയറോ 2 ഇയറോ 3 ഇയറോ ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർക്കാണെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ഫണ്ടമെന്റൽ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലാണ് ക്വാർട്ടറിൽ അത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ സെഗ്മെന്റും ഈ പറഞ്ഞിരിക്കുന്ന ഹ്യൂണ്ടായിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രെറ്റയൊക്കെ നല്ല ഇലക്ട്രിക് കാറ്റഗറിയിൽ പെടുന്ന വെഹിക്കിളാണ്. നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ക്രെറ്റ. സോ അതുകൊണ്ട് തന്നെ ക്വാർട്ടർലി റിസൾട്ട് ആണെങ്കിലും P&L ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് P&L നോക്കി അറിയാൻ പറ്റും എങ്ങനെയാണത് ആക്ട് ചെയ്യുക. 2021 അത് കൊടുത്തിരിക്കുന്ന ലോഞ്ചിങ്. 2021 1800 കിടന്ന CR കിടന്നത് നെക്സ്റ്റ് ഇയറിൽ ഡബിൾ ചെയ്തു, 2900 ആയി. പിന്നെ 4000, 6000, 5000 ആ ഒരു റേഞ്ച്. സോ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് സൈനാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ്. സോ ഇതിൻ്റെ ഒരു മൊമെൻറ്റം കിട്ടാൻ സാധ്യത കൂടുതലാണ് ഈ സ്റ്റോക്സിന്. ഇതിൻ്റെ ഒരു പിയർ കമ്പാരിസൺ നടന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ കൂടെയുള്ള സ്റ്റോക്കുകൾ മാരുതിയൊക്കെയാണ്. ഈ മാരുതിയുടെയൊക്കെ സ്റ്റോക്ക് പ്രൈസ് 13,000 രൂപയ്ക്ക് അടുത്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല മാർക്കറ്റ് ക്യാപ്പും എക്സ്പാൻഷൻ സെറ്റപ്പും ഉള്ളതാണ്. സോ ഈ എം&എമ്മൊക്കെ കുറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ പോലും 3729 വരെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നല്ലൊരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് ഹ്യൂണ്ടായിക്ക് മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ബൈ ചെയ്യണമെന്നവർക്ക് അക്യുമുലേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ കൺഫേം ചെയ്തിട്ട് ബൈ ആൻഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കേണ്ടുന്നവർക്ക് നോക്കാം.
ഇതിൻ്റെ താഴേക്കുള്ള ഒരു ട്രെൻഡ് റിവേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. ട്രെൻഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. സോ അതൊരു ട്രെൻഡ് റിവേഴ്സൽ ഓൾറെഡി കൺഫേമുമാണ്. ഈ ഒരു റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കുക. കാരണം ഈ ഒരു റേഞ്ച് നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ കൂടുതലുള്ള റേഞ്ചാണ്. ഈ ഒരു 2000 എന്ന് പറയുന്നത് കുറേ ആൾക്കാർ എന്തായാലും ഇവിടുന്ന് സെല്ല് ചെയ്യും, പ്രോഫിറ്റ് ഇറങ്ങും, പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങും. ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വരുന്നത് നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ഒരു കൺസൾട്ടേഷന് ശേഷം പുതിയ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ് ചെയ്യാൻ സാധ്യത ഏറ്റവും കൂടുതൽ.